ഹലോ, വെൽക്കം ബാക്ക് ടു യത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കുണ്ടല്ലോ ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ അരിപ്പൊടിയാണ് കേട്ടോ. ഇവിടെ അപ്പത്തിൻ്റെ പൊടിയൊന്നും അങ്ങനെ കിട്ടാറില്ല. സാധാ അരിപ്പൊടി കിട്ടിയിട്ടുണ്ട്. നല്ല നൈസായിട്ടുള്ള പൊടിയാണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതാ അത് കൂട്ടി ഞാനൊരു 2 ബൗൾ നിറച്ചിട്ടുള്ള പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മൾ എടുത്തിരിക്കുന്നുണ്ടല്ലോ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് വേണം കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പത്തിന് നല്ല സ്വാദ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനതിൽ ഒരുപാട് തേങ്ങയൊന്നും എടുത്തിട്ടില്ല, എന്നാലും അത്യാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി നമ്മൾ എടുത്തിരിക്കുന്ന കുറച്ച് ചോറാണ്, വെന്ത ചോറുണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആദ്യം അരിപ്പൊടി എടുത്ത ബൗളിൻ്റെ ഒരു 1/4 തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഈ പറഞ്ഞ പോലെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ അരിപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് ഏകദേശം ഇളക്കുന്നതിനനുസരിച്ച് നമ്മുടെ അരിപ്പൊടി കുറുകി വരുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു അരപ്പ് പാകമാകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത്. ദാ ഈ ഒരു പരുവത്തിൽ വന്നപ്പോൾ വെള്ളം ഒഴിക്കൽ നിർത്തിയിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അരച്ചെടുത്താൽ മതിയാവും. പിന്നെ അരപ്പിനനുസരിച്ച് എന്താ പറയുക, മിക്സിയിലേക്ക് കുറുകുന്നതാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ദാ ഈ ഒരു പരുവത്തിൽ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ പുളിക്കാനായിട്ട് വെക്കുന്ന പാത്രം ഉണ്ടാവുമല്ലോ, അതിലേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം. ശരിക്കും പറഞ്ഞാൽ മാവൊക്കെ പുളിക്കാനായിട്ട് നമ്മൾ എന്നും ഒരേ പാത്രം തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ നമ്മുടെ മാവ് പെട്ടെന്ന് പുളിച്ച് വരാനും എളുപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അരച്ച മാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് മാവൊക്കെ ഉള്ളെങ്കിൽ ഈ ഒരു പാത്രമാണ് ഡെയിലി യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണമെന്നില്ല, പിറ്റേന്ന് രാവിലെ ഇട്ട് കൊടുത്താലും മതിയാവും. പിന്നെ ഈസ്റ്റ് ആണെങ്കിലും ഞാൻ സ്വല്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം തന്നെ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പ് ഇട്ട് കൊടുത്തത് എന്നാന്ന് വെച്ചാൽ എനിക്ക് രാവിലത്തേനെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് റെഡിയായി കിട്ടണം. ഞാനിപ്പോൾ അരച്ച് വെക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 9 മണിയോളം ആകാറായിരുന്നു. അരി വെള്ളത്തിലിടാൻ മറന്നുപോയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് കലക്കി വെച്ചാലും മതിയാവും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുത്ത് വെച്ചാൽ മതിയാവും. എന്തായാലും നമ്മുടെ ഉപ്പും അതുപോലെ തന്നെ ആ ഈസ്റ്റും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണമെന്ന് മാത്രം കേട്ടോ. അങ്ങനെ നമ്മൾ അരച്ച് വെച്ചിരുന്ന മാവ് പിറ്റേന്ന് രാവിലെ ഒരു 6 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിൽ പുളിച്ച് കിട്ടിയിട്ടുണ്ട്. അത് ഈസ്റ്റും ഉപ്പും ചേർത്തുകൊണ്ട് മാത്രമല്ല കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഞാനൊരു ചീനിച്ചട്ടിയിൽ എടുത്ത് കാണിക്കാം. അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി വെള്ളമൊന്നും ഇല്ലെന്നേ, ഒരു 1/2 ഗ്ലാസ് മിച്ചം വെള്ളമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഒരു തിരികെയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരികെയുടെ താഴെ ഭാഗം കൊണ്ടായിട്ടാണ് വെള്ളം നിൽക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഞാൻ ഈ അപ്പത്തിൻ്റെ പാത്രം കൂടെ അതിൻ്റെ അകത്തോട്ട് എടുത്തങ്ങ് വെച്ചു കേട്ടോ. അപ്പോൾ ആ ചൂടോടുകൂടി സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ടില്ല, അങ്ങനെ തന്നെ ഇരുന്നോളും. ഇതൊക്കെ ഒരു കുഞ്ഞു പണികളാണ്, മാവ് പെട്ടെന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ ഓവനൊന്നും ഇല്ലാത്തവർക്ക് വളരെ എളുപ്പമാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമെങ്കിൽ. മാവ് പെട്ടെന്ന് നമുക്ക് പുളിച്ച് കിട്ടും. അതുപോലെ പുളിപ്പിക്കാനിടുന്ന പാത്രവും എന്നും ഒന്ന് തന്നെ ആയിരിക്കണം എന്ന് മാത്രം കേട്ടോ. തലേന്ന് ഇച്ചിരി ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി തീർന്നു കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അപ്പച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, സാധാരണ ഞാൻ ഒരു തവി മാവേ ഒഴിക്കാറുള്ളൂ. ഇവിടെ പിള്ളേരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ ആകുമ്പോഴല്ലോ എണ്ണത്തിനാണ് കണക്ക് പറയുന്നത്. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ ഈ ഒരെണ്ണം എന്നൊക്കെ ചിലപ്പോൾ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ സ്വല്പം മാവും കൂടെ കൂട്ടി ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരെണ്ണം പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു 1.5 എണ്ണത്തിന് ഫലം ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഈ അപ്പത്തിൻ്റെ മാവ് നമ്മളൊന്ന് കറക്കി എടുക്കുമ്പോൾ അതിലൊരു കുമിളകൾ ശകലം വന്നതിന് ശേഷം മാത്രമേ അടച്ചു വെക്കാവുള്ളൂ കേട്ടോ. അപ്പം അന്നേരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ട് അപ്പത്തിൻ്റെ ആ ഒരു എന്താ പറയുക, കഴിക്കാൻ മാത്രമല്ലല്ലോ, കാണുമ്പോഴും ഒരു ഭംഗിയൊക്കെ വേണമല്ലോ. എത്രയാന്നൊക്കെ പറഞ്ഞു കഴിക്കാനാന്ന് വേണ്ടി പറഞ്ഞുകൊണ്ട് മാത്രം ആവരുതല്ലോ അല്ലേ.
അങ്ങനെ ആദ്യത്തെ നമ്മൾ അപ്പോൾ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നമ്മൾ അടുപ്പത്തിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലായിരുന്നു ഇട്ടിരുന്നത്. അങ്ങനെ രണ്ടാമത്തതും ഇത് പറഞ്ഞ പോലെ തന്നെ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് മാത്രം പോരല്ലോ, അപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിയും കൂടെ റെഡിയാക്കേണ്ടതുണ്ടല്ലോ അല്ലേ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, പെട്ടെന്നൊരു തട്ടിക്കൂട്ട് പരിപാടികളൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഉരുളക്കിഴങ്ങുണ്ട്, പിന്നെ 2 സവോള എടുത്തിട്ടുണ്ട്. സാധാരണ തേങ്ങ അരച്ച് വെക്കാനൊക്കെ തേങ്ങയുടെയൊക്കെ എന്താ പറയുക ഭയങ്കര വിലയും അളവ് കിട്ടാനുള്ള കുറവും കാരണമൊക്കെയാണ് ഇങ്ങനത്തെ കുഞ്ഞു പണികളൊക്കെ. ഇതൊക്കെ ആകുമ്പോൾ എളുപ്പമുണ്ട്, പെട്ടെന്നൊരു തട്ടിക്കൂട്ട് നമുക്ക് എളുപ്പമാണ്. അതുപോലെ അവർക്കൊക്കെ ഇഷ്ടമാണ്, കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. ഒത്തിരി എരിവൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ഉരുളക്കിഴങ്ങും സവോളയും എല്ലാം കൂടെ കൂട്ടി ചെറിയ പീസുകളായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു സ്റ്റൗവിലാണെന്നുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ പരിപാടി ഇങ്ങനെ മാറി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ. രാവിലത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓർക്കും ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അല്ലേ, ശരിയല്ലേ. അതാ നമ്മുടെ സവോളയും ഉരുളക്കിഴങ്ങും ഒക്കെ കൂടെ ഈ ഒരു പരുവത്തിലായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ വേഗം ഒന്ന് കുക്കറിലേക്ക് വെക്കാം. അല്ലാതെ വെക്കാനൊന്നും സമയമില്ല. ഒരു 2, 3, 4 വിസിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സ്വല്പം വെള്ളവും കൂടി ഒഴിച്ച്, വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം ഉപ്പ് ഇപ്പം ചേർക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താലും മതിയാവും. എങ്ങനെയാണെങ്കിലും നമുക്കൊരു 3-4 വിസിൽ അടുപ്പിക്കാനായിട്ട് കുക്കറിലേക്ക് നമ്മളിതെല്ലാം കൂടെ ഒന്ന് വെച്ച് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങും സവോളയൊക്കെ വെന്തോട്ടെ, പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. അന്നേരത്തേക്ക് നമുക്ക് ഒരു കടായിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്വല്പം നമ്മുടെ പെരുംജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്വല്പം ഉള്ളൂ, അതൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. പിന്നെ പോയിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മുടെ ചുമന്ന മുളക് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഉള്ളി സമയം ഉണ്ടെങ്കിൽ സ്വല്പം കൊച്ചുള്ളിയും കൂടി എരിഞ്ഞിട്ട് കൊടുത്താലും അതൊരു നല്ലതാണേ. പിന്നെ പോയിട്ട് നമ്മളിട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് മഞ്ഞപ്പൊടിയാണ്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്വല്പം ഒരു 1/4 ടീസ്പൂണോളം പോലും വരുന്നില്ല മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര സ്പൈസിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ മീറ്റ് മസാല ആ പൊടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ മസാലക്കൂട്ടുകൾ അങ്ങനെ ഇതുപോലെ ഉപയോഗിക്കുന്നതല്ല, പക്ഷേ മലയാളി സ്റ്റോറിൽ നിന്ന് അവർ കെട്ടിയേപ്പിച്ച് നമ്മളെ തന്നു വിടത്തില്ലേ എന്ന് പറഞ്ഞ പോലെ അവരുടെ സ്റ്റോക്ക് തീരുകയും ചെയ്യണം. ഇപ്പോൾ ഇവിടെ കേട്ട പാടി കേൾക്കാത്ത പാടി മേടിച്ചുകൊണ്ടും വന്നു. പിന്നെ നമ്മൾ എന്നാ ചെയ്യുന്നത്, മേടിച്ചു പോയ സാധനത്തിന് ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതും കൂടെ കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മസാലപ്പൊടി കേട്ടോ, കുറ്റമൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. എന്തായാലും നമ്മൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ടേ. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഇന്നൊക്കെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, അല്ലാതെ ചൂടാക്കാനൊന്നും ഇവിടെ നേരമില്ല രാവിലെ ആയതുകൊണ്ടേ. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ചും കൂടെ വരണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തോളുക. ഇനി നമ്മൾ അതിലേക്ക് സ്വല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിയിലയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്വാദാണ്, അത്ര തന്നെ കേട്ടോ. അപ്പോൾ ഇതാ അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ ഇനി എന്തായാലും അതൊക്കെ ഒന്ന് തിളച്ച് വന്നോട്ടെ. അന്നേരത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങും എല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആ കുക്കറിൻ്റെ വിസിലൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഉടച്ച് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിനെല്ലാം കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. നന്നായിട്ടിരുന്നൊന്ന് തിളക്കട്ടെ കേട്ടോ. നമുക്കൊന്ന് മൂടിയും കൂടെ വെക്കാം. അതിനു മുമ്പ് ഉപ്പിൻ്റെ സ്വല്പം കുറവുണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഒത്തിരി വെള്ളം ഉണ്ടെന്ന് തോന്നും, ഒത്തിരി വെള്ളമൊന്നും വരുന്നില്ല, ആവശ്യത്തിനുള്ള ചാറൊക്കെ വരുന്നുള്ളൂ. നമ്മൾ അപ്പത്തിനായതുകൊണ്ട് തന്നെ ചാറിൻ്റെ ആവശ്യമുണ്ടല്ലോ. ചാറ് ഇഷ്ടമില്ല, എന്താ പറയുക, ചാറില്ലെങ്കിൽ ഒരു രസമില്ല, അതാണ് അപ്പത്തിനൊക്കെ ആകുമ്പോൾ അല്ലേ. അപ്പോൾ എന്തായാലും മൂടി വെച്ചിട്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒരു കുറച്ച് നേരം, എന്നാന്ന് വെച്ചാൽ ആ മസാലക്കൂട്ടുകളെല്ലാം കൂടി ഒന്ന് ആ ഉരുളക്കിഴങ്ങിലും കൂടെ ഒന്ന് പിടിച്ചു വരണല്ലോ. അതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ. അപ്പം തന്നെ സമയം പോയെന്നും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പറയണ്ടായിരുന്നു. എന്തായാലും സമയം പോകേണ്ട വന്നൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ എന്തായാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറിയും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് മോളെന്നോട് പറഞ്ഞ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ രീതിയിൽ അമ്മ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും അവർ 2 പേര്, ചേട്ടനും പോയി കുഞ്ഞും സ്കൂളിൽ പോയി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടിയല്ലേ. എന്നാലും ഞാനൊരു കുറച്ച് നേരം കഴിഞ്ഞ പിന്നെ ആട്ടോ കാപ്പി കുടിക്കാനിരുന്ന ചായയൊക്കെ ഇട്ട് 2 അപ്പമൊക്കെ എടുത്ത് നമ്മുടെ കറിയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്വാദാണ്. അതുപോലെ തന്നെ നമ്മൾ അരി അരയ്ക്കാതെ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ അപ്പം കിട്ടിയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ടാറ്റാ.